പ്രിയമുള്ളവരെ, മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്തും വളവന്നൂർ പഞ്ചായത്തും കൂടി കൂടിച്ചേരുന്ന സെന്ററാണ് കടുങ്ങാത്തുകുണ്ട്. അതായത് ഒരു എഡ്യൂക്കേഷൻ സിറ്റി എന്നൊക്കെ വേണമെങ്കിൽ കടുങ്ങാത്തുകുണ്ടിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അത്രമാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കടുങ്ങാത്തുകുണ്ട്. എന്തായാലും വിദ്യാലയങ്ങളൊക്കെ അവധിക്കാലം അവസാനിച്ച് തുടങ്ങാൻ പോവുകയാണ്, വീണ്ടും പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് കടുങ്ങാത്തുകുണ്ട് ടൗണിനെ എല്ലാം ഒന്ന് ശുചീകരിക്കുക എന്ന ഒരു ലക്ഷ്യമായി, ഒരു ശുചീകരണ വാരമായിട്ട് ഇന്നത്തെ ദിവസം കൽപ്പകഞ്ചേരി പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുമ്പോൾ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ ഇതിൽ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ പ്രസിഡന്റ് എ.പി. സബാ സാഹിബിന്റെ നേതൃത്വത്തിൽ വലിയൊരു ടീം അവിടെ ശുചീകരണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചയാണ് നമുക്ക് തുടർന്ന് കാണാനുള്ളത്. ഈ ഒരു കാഴ്ചയിലൂടെ, ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നല്ല കുറേ സന്ദേശങ്ങളുണ്ടാവും. ഇത്തരം പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ പരിസരമൊക്കെ ശുചീകരിച്ച് നിലനിർത്തേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവുള്ള ആളുകൾക്കൊക്കെ ഈ വീഡിയോ പ്രചോദനമായിരിക്കും, സന്തോഷമായിരിക്കും, ആവേശമായിരിക്കും എന്ന വിശ്വാസത്തോടെ ഈ വീഡിയോ മാന്യപ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, വിശാലമായ കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. കൽപ്പകഞ്ചേരി കടുങ്ങാത്തുകുണ്ട് പോലീസ് സ്റ്റേഷൻ്റെ മുൻപിലായിട്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന, അതായത് പാറമ്മൽ റോഡിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്ന പരിസര പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ക്ലീനിങ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൽ നോക്കിയാൽ കാണാൻ സാധിക്കും, ഹരിതകർമ്മസേനയുടെയും തൊഴിലുറപ്പ് പ്രവർത്തകരും അതുപോലെ തന്നെ പ്രസിഡൻ്റ് അടങ്ങുന്ന ജനപ്രതിനിധികൾ എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. അതുപോലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ആശാ വർക്കർമാർ, ഒരു മാറ്റവുമില്ലാതെ, ഒരു വേർതിരിവുമില്ലാതെ, ആരും കാഴ്ചക്കാരായി നോക്കി നിൽക്കാതെ തങ്ങളുടെ ഗ്രാമത്തിലെ ഒരു പ്രധാനപ്പെട്ട സിറ്റിയായ കടുങ്ങാത്തുകുണ്ട് ടൗണിനെ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് അവർ മുഴുകിയിട്ടുള്ളത്. അവധിക്കാലം കഴിഞ്ഞു, സ്കൂളുകളെല്ലാം പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. കടുങ്ങാത്തുകുണ്ടിനെ കുറിച്ച് പറയുമ്പോൾ തൊട്ടടുത്തായി കടുങ്ങാത്തുകുണ്ടിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് തന്നെ 3ഓളം ഹൈസ്കൂളുകളുണ്ട്. അതിലൊക്കെ 3000-ൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതുപോലെ LP സ്കൂളുണ്ട്. ആ LP സ്കൂളിൽ തന്നെ 1000-ൽ കൂടുതൽ കുട്ടികൾ ഭൗതിക വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മദ്രസ, മറ്റു പാരലൽ കോളേജുകൾ, അങ്ങനെ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ഇടം കൂടിയാണ് കടുങ്ങാത്തുകുണ്ട് സിറ്റി. അതുകൊണ്ട് തന്നെ അവധിക്കാലം അവസാനിച്ച് സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് ഇവിടങ്ങളിലൊക്കെ ശുചീകരിക്കണം എന്നൊരു തിരിച്ചറിവായിരിക്കാം പഞ്ചായത്ത് പ്രസിഡന്റ് അടങ്ങുന്ന ജനപ്രതിനിധികളുടെ മനസ്സിൽ ഇങ്ങനെ ഒരാശയം കടന്നു വരാനുള്ള കാരണം. കടുങ്ങാത്തുകുണ്ട് പോലീസ് സ്റ്റേഷന് മുമ്പിലൂടെ പാറമ്മൽ ഭാഗത്തേക്ക് കടന്നു പോകുന്ന റോഡിൻ്റെ സൈഡ് ഭാഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗട്ടറിൻ്റെ ഇരു സൈഡിലുമായി അവർ ക്ലീൻ ചെയ്യുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഗട്ടറുകൾ ഓപ്പൺ ചെയ്ത് നോക്കുന്ന ഒരു സാഹചര്യമാണ്. അത് പൊക്കിക്കഴിഞ്ഞാൽ കാണാനുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം ബോട്ടലുകളാണ്. പ്രത്യേകിച്ച് ഒത്തിരി വിദ്യാർത്ഥികൾ ഇടപെടുന്ന ഒരു പ്രദേശം കൂടിയാണ് കടുങ്ങാത്തുകുണ്ട് സിറ്റി. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അത്രയേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളാണ് ഇത്തരം പാനീയങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത്. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിനൊക്കെ കടക്കാർക്ക് വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകാനും കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള ബോധവൽക്കരണം നൽകാനും നമ്മളൊക്കെ തയ്യാറാകേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില തീരുമാനങ്ങൾ കാരണത്താൽ മാത്രമേ, അങ്ങനെയുള്ള ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മാത്രമേ സിറ്റികളൊക്കെ ക്ലീൻ ചെയ്ത് നിലനിർത്താൻ നമുക്ക് സാധിക്കുള്ളൂ. മഴക്കാലം വരികയാണ്, പല രീതിയിലുള്ള അസുഖങ്ങൾ ഒക്കെ ബാധിക്കാൻ ചാൻസ് കൂടുതലുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ വേണം കൂടുതലായിട്ട് അവനവൻ ഉപയോഗപ്പെടുത്തുന്ന ഭാഗങ്ങളെല്ലാം ശുചീകരിക്കാൻ. ഇതോടൊപ്പം തന്നെ നമ്മുടെ വീടും പരിസരവും ശുചീകരിച്ച് നിലനിർത്തേണ്ട സമയം കൂടിയാണ്. അടുത്തതായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബിറ എടത്തടത്തിൽ നമ്മോട് സംസാരിക്കുകയാണ്. അതിന് തൊട്ടുപുറകിലായിട്ട് ആരോഗ്യ മേഖലയിൽ നിന്നുള്ള ആളുകൾ, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എ.പി. സബാ എന്നിവരൊക്കെ സംസാരിക്കാനുണ്ട്. ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ്, ഞാൻ വന്ന സമയം മുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ്. വളരെ സജീവമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളൊരു വിങ് ഇതിലിങ്ങനെ നിൽക്കുകയാണ്. കാഴ്ചക്കാരനായിട്ട് നോക്കി നിൽക്കാതെ വൈസ് പ്രസിഡന്റ് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നു. എന്ത് തോന്നുന്നു, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്കൂൾ തുറക്കാൻ പോവുകയാണല്ലോ. കൽപ്പകഞ്ചേരി പഞ്ചായത്ത് ഭരണസമിതി, അതേപോലെ തന്നെ ആശാ വർക്കർമാര്, ഹരിതകർമ്മസേന പ്രവർത്തകര്, ആരോഗ്യ മേഖലയിലുള്ള നമ്മുടെ PHCയിലുള്ള പ്രവർത്തകര്, അതേപോലെ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, പ്രിയപ്പെട്ട മെമ്പർമാർ, പ്രസിഡന്റ് അടക്കമുള്ള മെമ്പർമാർ എല്ലാവരും വളരെ സജീവമായിക്കൊണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ടും, അതേപോലെ തന്നെ നമ്മളെ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് വെൽനസ് കൽപ്പകഞ്ചേരി എന്ന ഒരു ക്യാപ്ഷനോട് കൂടിയിട്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആരോഗ്യ മേഖലയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ കാലങ്ങളായിട്ട് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണെങ്കിലും അതിലും കുറച്ചും കൂടി വിപുലീകരിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ നമ്മളെ പഞ്ചായത്തിൻ്റെ തലത്തിലുള്ള ആളുകൾക്കൊക്കെ ആരോഗ്യ മേഖലയിൽ നല്ല
കൽപ്പകഞ്ചേരിക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാകുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ടൗൺ ശുചീകരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ പ്രവർത്തകരും എല്ലാവരെയും ഞാൻ ഒരുപാട് അഭിനന്ദിക്കുകയാണ്. വളരെ സജീവമായിക്കൊണ്ടാണ് എല്ലാവരും ഇതിൽ ഇറങ്ങിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഏതായാലും ഇത് ആളുകൾക്കും എല്ലാവർക്കും ഇതൊരു ഉപകാരപ്രദമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബാരോഗ്യ കേന്ദ്രം കൽപ്പകഞ്ചേരിയുടെയും നേതൃത്വത്തിൽ ക്ലീൻ കൽപ്പകഞ്ചേരി എന്ന പേരിൽ ഇന്നേ ദിവസം ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. അപ്പോൾ ഞങ്ങൾ കടകളും പരിസരങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ പല കടകളിൽ നിന്നും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം ഓടകളിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും തള്ളുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും തുടർന്ന് നടപടികളും പരിശോധനകളും ഉണ്ടാവുന്നു. ഫൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ ക്ലീൻ കൽപ്പകഞ്ചേരി എന്ന പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് കുടുംബാരോഗ്യ കേന്ദ്രം കൽപ്പകഞ്ചേരിയുടെ ഭാഗത്തു നിന്നും എല്ലാ ആശംസകളും നേരുന്നു. പ്രിയമുള്ളവരെ, ഇത്തരം പ്രവർത്തനങ്ങൾ ഇഷ്ടമാകുന്നവരാണ് നിങ്ങളെങ്കിൽ വീഡിയോയുടെ പ്രചാരത്തിന് വേണ്ടി വീഡിയോക്ക് ഒരു ലൈക്ക് നൽകാനും വീഡിയോ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി നമ്മൾ ഇതിൻ്റെ അവസാനമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹാപ്പി സബാസ് സാഹിബ് ഇതിനെല്ലാം മുമ്പിൽ നിന്നുകൊണ്ട് പട നയിക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല, അദ്ദേഹം ഒരിക്കൽ പോലും കാഴ്ചക്കാരനായി നോക്കി നിൽക്കുന്നില്ല. അതിനുതകുന്ന വേഷവുമായി പ്രസിഡന്റുമുണ്ട് അവരോടൊപ്പം. ഇനി എന്തായാലും അദ്ദേഹത്തിന് പറയാനുള്ളതുണ്ട്. പൊതുജനങ്ങളോട്, പഞ്ചായത്ത് നിവാസികളോട് പറയാനുള്ള കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിന് ശേഷമായിട്ട് 16-ാം വാർഡ് മെമ്പർ CP ജുബേരയും നമ്മോട് സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, നന്മയുള്ള പ്രവർത്തനങ്ങളെ പ്രശംസിക്കാനും പ്രോത്സാഹിപ്പിക്കാനും നമുക്കാകേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളുടെ ഭാഗമായി ഇന്ന് കടുങ്ങാത്തുകുണ്ട് ടൗണിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും ക്ലീൻ ചെയ്തിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മഴക്കാലം കടന്നു വരികയാണ്, മൺസൂൺ കടന്നു വരികയാണ്. ഒരുപാട് സാംക്രമിക രോഗങ്ങളും ജലജന്യ രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലുള്ളൊരു പദ്ധതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. എല്ലാ വാർഡുകളിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ടൗണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ പ്രവർത്തനങ്ങൾ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഇതിൻ്റെ 1-ാം ഘട്ടമാണ് ഇപ്പോൾ ഇന്നിവിടെ പൂർത്തീകരിച്ചത്. ഇനി 2-ാം ഘട്ടം നമ്മുടെ ബക്രീദ് അവധിയൊക്കെ കഴിഞ്ഞതിന് ശേഷം 2-ാം ഘട്ടം ഇവിടുന്ന് പുത്തനത്താണി വരെ നമ്മൾ റോഡിൻ്റെ 2 സൈഡുകളും ക്ലീൻ ചെയ്തുകൊണ്ട് പ്രവർത്തനത്തിന് തുടർന്നുകൊണ്ട് ഇരിക്കും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് ഇന്നിവിടെ വന്നു ചേർന്ന നമ്മുടെ JPHN മുതലുള്ള അതുപോലെ തന്നെ HI, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർമാർ, ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഇവരൊക്കെ ഇപ്പോൾ ഹരിതകർമ്മസേനയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ JPHനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർക്കൊക്കെ അവധി ദിവസമാണ്. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇത് നാടിൻ്റെ ഒരു പൊതു ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വന്ന ഹരിതകർമ്മസേനയുടെയും അതുപോലെ തന്നെ ആശാ വർക്കർമാർ, അതുപോലെ തന്നെ JPHN, HI, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർമാർ എല്ലാവരെയും അഭിവാദ്യം ചെയ്യണം. ഇത് ഒരു മാതൃകയാണ്. കാരണം നമ്മുടെ അവധി ദിവസമാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെയും ഉത്തരവാദിത്തമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രവർത്തനത്തിന് ഞങ്ങളുടെ കൂടെ നിന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇനിയും തുടരും എന്നുകൂടി അറിയിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. കടുങ്ങാത്തും ടൗണിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു വിദ്യാഭ്യാസ ഒരു ഹബ്ബ് കൂടിയാണ്. മാത്രവുമല്ല ഒരുപാട് കെട്ടിടങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ശുചീകരണം നടത്താനുള്ള ഉദ്ദേശത്തിലായിരുന്നു. ഏതായാലും വളരെ ഭംഗിയായി ശുചീകരണം നടത്തി. ഇതിന് കൂടെ നിന്ന് എല്ലാവർക്കും സഹകരിച്ച എല്ലാവർക്കും ഒറ്റവാക്ക് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ഇതോടുകൂടെ വീഡിയോ ചുരുക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്.